രാഹുൽ ഈശ്വർ അമൃതാനന്ദമയി മഠത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളായിരുന്നു ഗെയിൽ ട്രെഡ്വെലിന്റെ ആ പുസ്തകത്തിലുണ്ടായിരുന്നത്. ഞങ്ങൾ വിശ്വസിക്കുന്ന മാധ്യമധർമ്മത്തിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് ഇന്ത്യ വിഷൻ ആ വാർത്ത നൽകിയത്. കുറച്ചു കാലം മുമ്പ് ഇതുപോലെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ എന്ന് പറഞ്ഞ് ദേശാഭിമാനി മാതാ അമൃതാനന്ദമയി മഠത്തിൽ ദുരൂഹ മരണമേറുന്നു എന്ന് റിപ്പോർട്ട് ചെയ്യുകയും നാരായണൻകുട്ടി അടക്കമുള്ളവരുടെ മരണം റിപ്പോർട്ട് ചെയ്യുകയും അതെല്ലാം തെറ്റാണ് എന്ന് സമസ്താപരാധം പറഞ്ഞ് 2002 സെപ്റ്റംബർ 24 ചൊവ്വയിൽ ക്ഷമിക്കണം, സമസ്താപരാധം പറയുന്നു, നിർവ്യാജം ഞങ്ങൾ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് ദേശാഭിമാനിയിൽ അടിച്ചു വന്ന വാർത്തയായത്. ആ 10 മരണങ്ങളും ഞങ്ങൾ റിപ്പോർട്ട് ചെയ്ത് തെറ്റായിപ്പോയി, കള്ളത്തരമായി പോയി, ഞങ്ങൾക്ക് ക്ഷമിക്കണം, തെറ്റുപറ്റി എന്നുള്ളതാണ്. നിങ്ങൾക്ക് ആരും നോക്കാൻ ഞാൻ എന്റെ കോപ്പികൾ എടുത്തുണ്ട് ഇവിടെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോ മാധ്യമധർമ്മം എന്ന് പറഞ്ഞാൽ സത്യത്തെ അന്വേഷിക്കണം, അല്ലെങ്കിൽ വെരിഫയബിൾ ഇൻഫർമേഷനും കൺഫേംഡ് ആയ ഇൻഫർമേഷനും വെച്ച് വേണം ചെയ്യാൻ. അപകീർത്തി പറയാം. ഇപ്പൊ ഉദാഹരണം തന്നെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ വീണാജി പറയുന്നത് ഞാൻ കേട്ടു. വെളിപ്പെടുത്തൽ വിളിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ പക്ഷപാതിത്വം എന്ന് ആൾക്കാർ കരുതില്ലേ? ആരോപണം എന്നല്ലേ വിളിക്കേണ്ടത്? വെളിപ്പെടുത്തൽ വിളിച്ചാൽ സത്യമാണ് നിങ്ങൾ ഓൾറെഡി ജഡ്ജ് ചെയ്തു എന്നാവില്ലേ? അപ്പോ ഈ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ കോടതി മാത്രമാണ് ആശ്രയം. ഒരു വരി കൂടി, ഇന്ത്യ വിഷനെയും മുനീർ സാഹിബിന്റെ ഒരു ചാനലിനെ ഞങ്ങളെല്ലാം ആരാധനയോടെ കണ്ടുകൊണ്ടിരുന്നതാണ്. പക്ഷേ തേജസ്സിനോടൊപ്പം മാധ്യമത്തോടൊപ്പം തീവ്ര മുസ്ലിം വർഗീയവാദത്തിന്റെ സ്വരം ഇന്ത്യ വിഷന് വന്നു എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല. പക്ഷെ എനിക്ക് ആ വിശ്വാസമല്ല. എനിക്ക് ഇന്ത്യ വിഷന്റെ നിഷ്പക്ഷതയിൽ വിശ്വാസമാണ്. പക്ഷേ ഇത് ഒരു അജണ്ടയുടെ ഭാഗമായി ചെയ്തു. അക്ഷരാർത്ഥത്തിൽ ഇതുപോലെ ഒരു സ്ഥാപനത്തിനെതിരെ ഉയർന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ തന്നെയായിരുന്നു ഗെയിൽ ട്രെഡ്വെൽ നടത്തിയത്. ആരോപണം അവിടെയാണ്. ഇപ്പം ജോൺ ബ്രിട്ടാസാറിന്റെ ഇന്റർവ്യൂവിനെ ഞാൻ അഭിനന്ദിച്ചതാണ്, അന്വേഷണാത്മക പത്രപത്രമാണെന്ന് പറഞ്ഞ്. കാര്യം അദ്ദേഹത്തിന്റെ അഭിപ്രായമായിട്ടല്ല. ഇത് വെളിപ്പെടുത്തൽ എന്ന് പറയുമ്പോൾ യൂസ് ഓഫ് വേർഡ്സ് കൊണ്ട് നമുക്ക് സത്യത്തെ കള്ളവും കള്ളത്തെ സത്യമാക്കില്ലേ? നാഷണൽ മീഡിയയിൽ അടക്കം ഇരുന്ന് എനിക്ക് വീട്ടിരിക്കുന്ന എല്ലാ മാധ്യമ പ്രവർത്തകർക്കും ചില വേർഡ്സ് ലോഡഡ് വേർഡ്സ് ആണ്, അതുകൊണ്ട് ദുസ്സൂചനകൾ നൽകാൻ കഴിയുമെന്ന് അറിയില്ലേ? അപ്പൊ ഇതൊന്നും പറഞ്ഞ കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കില്ല. നമുക്ക് വേണ്ടത് എന്താ? ഇത് ആരോപണങ്ങളാണെന്ന് പറയുക, വെളിപ്പെടുത്തൽ എന്ന് പറയാതിരിക്കുക. ഇത് വെരിഫയബിൾ അല്ല. പല ആരോപണങ്ങളും ലാഫബിൾ ആണ്. അമൃതാനന്ദമയി ചൊവ്വാഗ്രഹത്തിൽ നിന്ന് വന്നെന്നൊക്കെ അവരുടെ പാർട്ണർ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ലാഫബിൾ ആയ ആരോപണങ്ങളാണ്. ഒരുപക്ഷെ മനോനില തെറ്റിയെന്ന് പലരും പറയുന്ന, എനിക്ക് അഭിപ്രായമല്ല, പലരും പറയുന്ന ഒരു സ്ത്രീ അങ്ങനെ വ്യാജമായ കുറെ ആരോപണങ്ങൾ ഉന്നയിച്ചത് ഗോസ്പൽ ട്രൂത്തായി അവതരിപ്പിച്ചത് മാധ്യമങ്ങൾക്ക് തെറ്റിപ്പോയി. അവര് തിരുത്താൻ ഒരു അവസരമായിട്ട് എടുക്കണം. അത് രാഹുലിന്റേതായ താല്പര്യങ്ങൾ ഉണ്ടാവും. കാരണം രാഹുൽ പ്രതിനിധാനം ചെയ്യുന്ന ഒരു വിഭാഗത്തിന് കേരളത്തിലെ നവോത്ഥാനത്തിന്റെ ഫലമായി പലതും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതെങ്ങനെ തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹമൊക്കെ രാഹുലിനുണ്ടാവും. അതിനെ സഹായിക്കുന്ന ചില സംരംഭങ്ങളാണ് ഈ അമൃതാനന്ദമയി മഠം പോലെയുള്ള ചില സ്ഥാപനങ്ങൾ. അപ്പൊ അതിനെതിരെ ആരോപണം വരുമ്പോൾ രാഹുൽ അത് ഡിഫെൻഡ് ചെയ്യാം. രാഹുലിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അമൃതാനന്ദമയി മഠത്തിൽ 3-4 പ്രാവശ്യമേ ഞാൻ പോയിട്ടുള്ളൂ. എനിക്ക് വലിയ ബഹുമാനമുള്ള ആത്മീയ ഗുരുവാണ് മാതാ അമൃതാനന്ദമയി ദേവി. പക്ഷെ എന്താ ഞങ്ങളെ പോലുള്ള ഇതിൽ ഇടപെട്ടത്? ഫക്രുദ്ദീൻ അലി പറഞ്ഞത് വീണ്ടും കേരള സമൂഹം കേൾക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ മനസ്സിലെ കറകളഞ്ഞ മതവിദ്വേഷം, മതവെറി, വൃത്തികെട്ട വർഗീയത വെളിവരികയും ഞങ്ങളുടെ സമുദായത്തിൽ പലതും നഷ്ടപ്പെട്ടിട്ടുള്ളതുകൊണ്ടാണെന്ന് പറയുകയും ചെയ്യുന്നത് വ്യക്തിപരമായി ആക്രമിക്കുന്നത് എന്തുകൊണ്ടാണ്? വാദഗതി ഇല്ലാത്തതുകൊണ്ടാണ്. ഞാൻ ഉദ്ദേശിച്ച ഇവിടെ രാഹുലിനെ ഹിന്ദുയിസം എന്നുള്ള അർത്ഥത്തിലല്ല, ഞാൻ ഉദ്ദേശിച്ച ബ്രാഹ്മണിസത്വമാണ്. ബ്രാഹ്മണിസത്തിന് ഇന്ത്യയിൽ നഷ്ടപ്പെട്ടുകൊണ്ട് പാകിസ്ഥാൻവാദികൾ അതിന്റെ വേരുകൾ അത് വീണ്ടെടുക്കാനുള്ള ഒരു ശ്രമം ഇത്തരം ശ്രമങ്ങളുടെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. അതിനെയാണ് ഞാൻ പണ്ടുമുതലേ ജിന്നയുടെ ആർഗ്യുമെന്റ് ആണ്. ഇതിനെക്കുറിച്ച് ചരിത്രത്തിൽ ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. അത് ഈ നാട്ടുകാർ ഞാനല്ല അദ്ദേഹം ആക്രമിച്ചു. ഞാൻ വ്യക്തിപരമായി ആരെക്കുറിച്ചും പറഞ്ഞില്ല. അദ്ദേഹം ചാടി മരിച്ചു എന്ന് പറഞ്ഞതിന്റെ തെളിവ് ദേശാഭിമാനി എന്നാണ് ഞാൻ കാണിക്കുന്നത്, അല്ലാതെ ജന്മഭൂമി എന്നല്ല. അപ്പോ 15 വർഷം മുമ്പ് ആ സ്ത്രീ വിട്ടുപോയതാന്ന് പറയാത്ത എന്താ? 20 വർഷം കൂടെ നിന്നു എന്ന് പറഞ്ഞു. 15 വർഷം മുമ്പ് വിട്ടുപോയി. അതിനുശേഷം 99 അമൃതാനന്ദമയി പ്രകീർത്തിച്ച് അവര് ഇന്റർവ്യൂ കൊടുത്തു. 2000 അവർ അമൃതാനന്ദമയി പ്രകീർത്തിച്ച് എഴുതി. ഒരു വരി കൂടെ 24 വട്ടം ഓസ്ട്രേലിയയിൽ പോയി, 12 വട്ടം US-ൽ ഇതിനിടയ്ക്ക് പോയിട്ടാ വന്നത്. ഇവരുടെ അച്ഛനമ്മമാര് പലതവണ മാതാനന്ദമയെ കാണാൻ വന്നിട്ടുണ്ട്. അപ്പോഴൊന്നും ഇല്ലാത്ത റേപ്പ് ആരോപണം എങ്ങനെ ഇപ്പൊ വന്നു? ഇതിന്റെ പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്ന് ആരും സംശയിക്കും. രാഹുൽ ഈശ്വർ 20 വർഷങ്ങൾക്ക് ശേഷം നടത്തിയ വെളിപ്പെടുത്തലിൽ പോലും അവർ വേട്ടയാടപ്പെടുകയാണ് മനസ്സിലാക്കിക്കൊണ്ട്. ഈ വിക്ടിം കാർഡ് കളിക്കുന്നത് ഒട്ടും ശരിയല്ല, അതൊരു ഭംഗിയുള്ളതല്ല. ഞങ്ങൾ വേട്ടയാടപ്പെടുകയാണ്, ഞങ്ങൾ ഈ ഇരവാദം ഉന്നയിക്കുന്നത് തീവ്രവാദത്തിന് മുന്നോടിയാണ്. ഇത് വർഗീയ വിഷയമായി കാണരുത്. ഇതൊരു അമൃതാനന്ദമയി എന്ന് പറഞ്ഞാൽ ജാതി മതഭേദമന്യേ എല്ലാവർക്കും സേവനം ചെയ്തൊരു വ്യക്തിയാണ്. അമൃതാനന്ദമയിയുടെ യാതൊരു പ്രവർത്തനങ്ങളിലും വർഗീയത ഏറ്റവും എതിരുള്ളവരും ആരോപിച്ചിട്ടില്ല. അപ്പൊ അത്ര സെക്കുലർ ആയ ഒരു സെയിന്റിനെ ചില നിക്ഷിപ്ത താല്പര്യക്കാൾ തേജസിനെ പോലെ തീവ്രവാദത്തിന് സംശയപ്പെടുകയും IB നിരീക്ഷയിക്കുന്ന ഒരു സ്ഥാപനം, മാധ്യമം ആരുടെയാണെന്നറിയാം, മാധ്യമത്തിന് നല്ല ഭാഷയൊക്കെ എനിക്ക് വിയോജിപ്പില്ല. അപ്പോൾ അവരുടെ കൂടെ പേര് ചേർക്കപ്പെട്ട സ്ഥാപനങ്ങൾ ഇതൊരു പുനരാലോചനയ്ക്ക് ഒരു അവസരമായിട്ട് എടുക്കണം. കേരള സമൂഹം നിങ്ങളെ ബഹുമാനിക്കുന്നു, നിങ്ങളുടെ വിശ്വാസത്തെ വീണ്ടെടുക്കാൻ ഒരു അവസരമാണിത്. പക്ഷേ ഇതൊരു പുകമറ സൃഷ്ടിച്ച് ആരോപണം ഉന്നയിക്കലാണ്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആപ്ലിക്കബിൾ ആക്കണമെന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനത്തെ യാതൊരു സജഷനും ഇവിടെ നിന്ന് കേൾക്കാൻ കഴിയില്ല. പുകമറയാണ് ഇവരുടെ ലക്ഷ്യം.